നിങ്ങൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്തെ ദേ ഈ കാണുന്ന രീതിയിലുള്ള നെറ്റിൻ്റെ സഞ്ചി നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഇനി മുതൽ ഇങ്ങനത്തെ സഞ്ചികൾ കിട്ടിയാൽ ഒരിക്കലും കളയരുത് കേട്ടോ. എടുത്തു വെച്ചോ, കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇവൻ കാണാൻ ഇത്തിരി കുഞ്ഞൻ സഞ്ചിയാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ടിപ്സ് ഈ ഒരു ഇത്തിരി കുഞ്ഞൻ സഞ്ചിയെക്കുറിച്ചാണ്. പലചരക്ക് കടയിൽ പോയാലാണ് നമുക്ക് ഈ ഒരു മോഡൽ സഞ്ചി കിട്ടുക. അവർ ഈ വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ഇതിലാണ് കേട്ടോ കൊണ്ടുവരിക. അങ്ങനെ എനിക്ക് കിട്ടിയൊരു സഞ്ചിയാണിത്. എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ രണ്ടും നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വെച്ചതായിരുന്നു. ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു, അത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് നന്നായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ് സഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു നെറ്റ് സഞ്ചിയിലേക്ക് ഞാൻ ഈ ഒരു അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു നെറ്റ് സഞ്ചിയിലേക്ക് ഈ ഒരു അരി ഇട്ട് കൊടുക്കുന്നത്. ഇനി വെള്ളം വാർന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു നെറ്റിലേക്ക് അരി ഇട്ടിട്ട് കുറച്ച് നേരം ആ ഒരു വല എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ വെള്ളം അങ്ങനെ വാർന്നു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ രണ്ടുണ്ട് ഗുണം. നമുക്ക് നെറ്റിൽ വെള്ളം പോക്കാനും കഴിയും, അതുപോലെ നെറ്റിൽ വിരിച്ചിടാനും പറ്റും. ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ കാക്ക കൊത്തില്ല. ഇവിടെ നന്നായിട്ട് കാക്കേൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ കൊണ്ടുപോയി മണ്ണിൽ നിങ്ങൾ ആ ഒരു നെറ്റോട് കൂടി വിരിക്കരുത്. ഇതുപോലെ ഒരു മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി കഷ്ണം അടിയിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലുള്ള അരി നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. ഇനി വെയിൽ ഇവിടെ കുറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് അരി മാറ്റി കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. മുണ്ടാണെങ്കിൽ അതിൻ്റെ 4 തലയും പിടിച്ചിട്ട് ഇങ്ങനെ അരി ഒന്നായിട്ട് കൂട്ടിയെടുത്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. ഇതാകുമ്പം കുറച്ചും കൂടി ഈസിയാണ്. ഇനി ഞാനിതാ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ എൻ്റെ കോഴികൾക്ക് കൊടുക്കാനുമാണ് ഈ ഒരു മുട്ട ഞാൻ ശേഖരിച്ച് വെച്ചത്. മുട്ടത്തോട് ഈ ഒരു മുട്ടത്തോടും എനിക്ക് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മുട്ടത്തോട് നമ്മൾ വെയിലത്തിട്ടാൽ കാക്ക കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലേൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഇത് വെയിലത്ത് വെക്കുന്നത്. ഓൾറെഡി ഈ ഒരു മുട്ടത്തോട് ഞാൻ ഉണക്കി വെച്ചതാണ്. അതായത് മുട്ട പുഴുങ്ങിയൊക്കെ കഴിഞ്ഞാൽ ആ തോട് നന്നായിട്ട് കഴുകി അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഉണക്കിയിട്ട് ഈ ഒരു ബക്കറ്റിലിട്ട് വെക്കും കേട്ടോ. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് ഞാൻ ശേഖരിച്ച് വെച്ച മുട്ടത്തോടാണിത്. അപ്പോൾ ഞാനിത് പൊടിക്കാറാണ് ചെയ്യുക. മിക്സിയിലിട്ട് പൊടിക്കും. പൊടിക്കുന്നതിന് മുന്നേ ഞാൻ 2 ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിക്കാറുണ്ട്. കണ്ടില്ലേ, ഞാൻ സാധാരണ ഒരു മുണ്ടിലിട്ടിട്ട് മുകളിൽ ഒരു വലയൊക്കെ ഇട്ട് 2 കോലൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ വെച്ചാണ് ഇത് ഉണക്കിയെടുക്കാറ്. പക്ഷേ ഈ ഒരു വലയിലിട്ട് ഉണക്കുമ്പം എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നാറുണ്ട്. കണ്ടോ, ഇതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതായത് നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പോൾ മഴയൊക്കെ വരികയാണ്, പെട്ടെന്ന് അത് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വേഗം അറ്റം പിടിച്ച് പൊന്തിച്ച് ഇങ്ങെടുത്ത് വെച്ചാൽ മതി. ഇതും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുറ്റത്ത് വെച്ച് ഉണക്കുന്നുണ്ട്. ഇതിപ്പോൾ മുട്ടത്തോടായതുകൊണ്ട് ഞാൻ അടിയിൽ ക്ലോത്തും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അരിയോ അല്ലെങ്കിൽ ഗോതമ്പൊക്കെ ഉണക്കുന്ന സമയത്ത് ഈ ഒരു വലേൻ്റെ ഉൾവശത്ത്, അതായത് അടിഭാഗത്ത് ഒരു മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു നെറ്റ് വെക്കാനേ, അല്ലെങ്കിൽ മണ്ണ് അതിലേക്ക് വരും. കണ്ടില്ലേ, ഇതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി എനിക്ക് കുറച്ച് മുളകുണ്ട്. നമുക്ക് ഈ മുളകും കൂടി ഒന്ന് വെയിലത്തേക്ക് വെക്കാം. ഞാൻ ഈ മുളകൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തതിന് ശേഷം വീണ്ടും ഇതേ നെറ്റിലേക്ക് ഞാൻ മുളകിട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടോ ഈ ഒരു നെറ്റ്. കാരണം മുളക് കഴുകുന്ന സമയത്തും അത് വാരി വെക്കുന്ന സമയത്തൊക്കെ കൈ നന്നായിട്ട് പുകയാറുണ്ട്. ഈ ഒരു നെറ്റ് സഞ്ചി ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിന് നല്ല മാറ്റമുണ്ടേ. ഇതേ വൈകിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് എടുത്ത് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു കവറൊക്കെ എടുത്ത് മുളക് ഇങ്ങനെ വാരി ആ കവറിലേക്ക് ഇടണം. നല്ല എരിവുള്ള മുളകാണെങ്കിൽ പറയുകയും വേണ്ട. പിറ്റേന്ന് ഇതുപോലെ തന്നെ ആ ഒരു തുണി വിരിക്കുക, എന്നിട്ട് മുളക് വെയിലത്ത് കൊണ്ടിടുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് മുളക് ചിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കവറ് കയ്യിലിട്ടിട്ട് അങ്ങനെ എടുത്ത് വിരിച്ചിട്ടാൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. വൈകിട്ടാകുമ്പോൾ ഇതുപോലെ എടുക്കുക, അകത്തേക്ക് കൊണ്ടുപോവുക, രാവിലെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് മുളക് വിരിച്ചിട്ട് എന്താ സുഖം അല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി നമുക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ട് തേങ്ങ ഉണക്കാം. തൽക്കാലം എൻ്റെ കയ്യിൽ ഈ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. ഒരു കൊട്ടത്തേങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും ഉണക്കിയെടുക്കാം. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുറ്റത്ത് വെച്ചാൽ കാക്ക വെച്ചേക്കില്ല കേട്ടോ. കാക്ക കൊത്തിക്കൊണ്ട് പോകും. അപ്പം നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ സഞ്ചിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെയിലത്ത് വെക്കാം. ഇതിപ്പം എൻ്റെ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം കാണിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് ഉണക്കാം. അതല്ല, നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടല്ലോ ആട്ടിക്കുന്നൊക്കെ പാകത്തിൽ, അങ്ങനെ അരിഞ്ഞിട്ടും ഈ ഒരു വലേൻ്റെ ഉള്ളിലിടാം. എന്നിട്ട് ഇതാ കണ്ടോ, വൈകിട്ട് ഇതുപോലെ തൂക്കി പിടിച്ച് കൊണ്ടുപോവുക.
അടിപൊളി അല്ലേ? എന്ത് ഈസി ആയിട്ട് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ മുളക് മല്ലിയൊക്കെ വെയിലത്തിടുന്ന സമയത്തെ അത് വൈകിട്ട് വാരുന്ന ഒരു ചടങ്ങുണ്ട്. കവറൊക്കെ കൊണ്ടുപോയിട്ട് തുണിയിൽ നിന്ന് ഇങ്ങനെ തട്ടി കുടഞ്ഞെടുത്ത് വാരിയിടണം. ഇനി മുതൽ നിങ്ങളാരും അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഈ ഒരു വലയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ കഴിയും. ഇനി ഞാൻ കുറച്ച് മല്ലിയുണ്ട്, ആ ഒരു മല്ലിയും കൂടി ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു നെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് കഴുകി എടുക്കണം. ഇതും ഞാൻ നന്നായിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഈ ഒരു നെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം വാർന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് നേരം ആ നെറ്റിലേക്ക് മല്ലി ഇട്ടതിന് ശേഷം നെറ്റൊന്ന് എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ ആ വെള്ളം അങ്ങ് വാർന്നു പോയിക്കോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴുകിയതിന് ശേഷമാണ് മുളകും മല്ലിയും ഈ ഒരു നെറ്റിലേക്ക് ഇടുന്നത്. അപ്പോൾ എന്തായാലും നെറ്റിന് നനവുണ്ടാവും. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയിട്ട് മണ്ണിൽ വെക്കരുത്. അടിയിലൊരു ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു വല വെച്ച് കൊടുക്കാൻ. തേങ്ങയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ മുളക് മല്ലി അതുപോലെ അരി ഗോതമ്പ് എല്ലാം നമുക്കിങ്ങനെ ചെയ്യാം. ചെറിയ ചെറിയ കടുക് അതുപോലെ ഉലുവ ഉഴുന്ന് എല്ലാ കാര്യങ്ങളും നമുക്കിതാ ഈ ഒരു കാണുന്ന രീതിയിൽ ഉണക്കിയെടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇതാ വൈകിട്ടാകുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങെടുത്ത് പൊന്തിച്ചിട്ട് അകത്ത് കൊണ്ട് വയ്ക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞു. കണ്ടില്ലേ? ഇങ്ങനെ ഒരു 2-3 വലയുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ സിമ്പിളായിട്ട് കഴിയും കേട്ടോ. ഇനി നിങ്ങളെടുത്ത് ഈ വലയില്ലെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും കടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് വാങ്ങുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സഞ്ചിയുടെ ഉപയോഗങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു കമ്പിയോ തറച്ചിട്ട് അതിൻ്റെ മുകളിൽ സഞ്ചി തൂക്കിയിടുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവുമല്ലോ ആവശ്യമില്ലാത്തത്, അതുപോലെ പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഈ ഒരു സഞ്ചിയിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ല. ഈ ഒരു നെറ്റിൽ കൂടി വെള്ളം അങ്ങ് ഒലിച്ചു പോകും കേട്ടോ. അപ്പം ഹരിതസേനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് വേസ്റ്റിലിട്ടു അതൊക്കെ തിരയണമെന്ന് തോന്നിയാൽ ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിയും. അറിയാതെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇട്ട് പോവുമല്ലോ. ഈ മാങ്ങ എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഈ വർഷം ആദ്യമായിട്ടാണ് എൻ്റെ മാവ് പൂക്കുന്നത്. ആകെ നിങ്ങൾ ഈ കാണുന്ന 4 മാങ്ങ മാത്രമേ മാവിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു മാങ്ങയ്ക്കും ഞാൻ ഈ ഒരു നെറ്റ് സഞ്ചി കെട്ടി കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ നന്നായിട്ട് വവ്വാലിൻ്റെ ശല്യമുണ്ട് കേട്ടോ. എനിക്ക് മാങ്ങ മാത്രമല്ല റംബുട്ടാനും ഉണ്ട്. റംബുട്ടാൻ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. എല്ലാ പ്രാവശ്യവും വവ്വാൽ കഴിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് നെറ്റ് കിട്ടിയാൽ ഇത് കീറിയിട്ട് വലിയൊരു നെറ്റാക്കി അടിച്ചതിന് ശേഷം ആ മരത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു നെറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഗോതമ്പ് കഴുകി വെയിലത്തിടാം, മുളക് മല്ലി അരി കടുക് മഞ്ഞൾ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് കഴുകിയിട്ട് ഈ ഒരു വലേൻ്റെ ഉള്ളിലാക്കിയിട്ട് വെയിലത്തിട്ട് കൊടുക്കാവേ. അതുപോലെ മുട്ടത്തോട്, പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനും ഈ ഒരു വല ഉപയോഗിക്കാം. പാത്രങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാവും. പ്രത്യേകിച്ച് ചെമ്പ് കരിച്ചെമ്പൊക്കെ കഴുകാൻ ഈ ഒരു വല നല്ലതാണ്. ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ട് വയ്ക്കാൻ, അതായത് പ്ലാസ്റ്റിക് കവർ മാത്രം ഇട്ട് വയ്ക്കാൻ ഇതുപോലെ ഒരു സഞ്ചിയും ബോട്ടിൽസ് മാത്രം ഇട്ട് വയ്ക്കാൻ ഇതുപോലത്തെ ഒരു സഞ്ചിയും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ മുളക് ഗോതമ്പൊക്കെ നിങ്ങൾക്ക് കഴുകിയിട്ട് വെള്ളം വാർന്നു പോകണമെങ്കിലും ഈ ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് എങ്ങനെ തൂക്കി വെച്ചാൽ ആ ഒരു വെള്ളം അങ്ങ് വാർന്നു പോവേ. ഇനി നിങ്ങൾ കടകളിൽ പോകുന്ന സമയത്ത് ഇതുപോലെ നെറ്റിൻ്റെ സഞ്ചി കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇവൻ കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഇവൻ്റെ ഉപയോഗം വളരെ വലുതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.